മുൻ ധനമന്ത്രിയും എംഎൽഎയുമായ ശ്രീ കെ.എൻ. ബാലഗോപാലാണ് ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ എനിക്കൊപ്പം ഹലോ മലയാളത്തിലുള്ളത്. ഗുഡ് മോർണിംഗ് ശ്രീ കെ.എൻ. ബാലഗോപാൽ, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. ഒരു വലിയ ട്രാവലിംഗ് കഴിഞ്ഞ് അങ്ങ് വിശ്രമത്തിലായിരുന്നു. ഇടയ്ക്ക് ഞങ്ങൾ ബുദ്ധിമുട്ടിച്ച് തരാം, ഞാൻ വേഗം അങ്ങേ ഫ്രീ ആക്കി തരാം. ശ്രീ കെ.എൻ. ബാലഗോപാൽ, ഇപ്പം സഭയുടെ സെഷനൊക്കെ കഴിഞ്ഞു. ഇന്നലെ ധനബില്ലും ഒക്കെ പാസ്സാക്കി. ഈ മദ്യത്തിന് നികുതി ഘടന നിശ്ചയിച്ചതുമായി മുന്നോട്ട് പോവുകയാണ് സർക്കാർ. അതും ആ സർക്കാരിനുള്ളിലെ അണികൾക്കിടയിൽ തന്നെ എതിർപ്പും ആശങ്കകളും ഉണ്ട്. അതും പരിഹരിക്കാതെയുള്ളൊരു മുന്നോട്ട് പോക്കാണ് നടത്തിയത്. ഈ പ്രതിപക്ഷം ആശങ്ക ഉന്നയിക്കുമ്പോൾ ഇത് ഞങ്ങളൊന്നും ഒളിച്ചു കടത്തുന്നില്ലല്ലോ, ഇതെല്ലാം ബജറ്റിൽ പറഞ്ഞ കാര്യങ്ങളല്ലേ എന്ന് പറഞ്ഞ് പ്രതിരോധിക്കുകയാണ് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും കൂടിയായ വി.ഡി. സതീശൻ. ശ്രീ കെ.എൻ. ബാലഗോപാൽ, ഇങ്ങനെ ഒരു നയവുമായി മുന്നോട്ട് പോകുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഇത് ഒരു കമ്പനിക്ക് നൽകുന്നത് കൊണ്ട് എന്താണ് സർക്കാരിന് ലാഭം? ഇങ്ങനൊരു നയം നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളെ പറ്റിയാണ് ഞങ്ങൾ ആശങ്ക പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം, ഇത് വീര്യം കുറഞ്ഞ മദ്യമാണ്. 0.5%, എന്നുവെച്ചാൽ 0.5% മുതൽ 20% വരെയുള്ള വിവിധ കാറ്റഗറിയിലുള്ള സ്പിരിറ്റ് ചേർത്ത മദ്യം എന്ന് പറയുമ്പോൾ അത് നികുതിയുടെ മേഖലയിൽ വലിയൊരു നഷ്ടമുണ്ടാക്കാം. ഈ കമ്പനികൾക്ക് ഇപ്പോൾ ഉള്ള നികുതി 250%, 251%. അത് കുറച്ച് കിട്ടുമെന്നുള്ളതാണ് ഒരു കാര്യം. പക്ഷേ അതിനേക്കാളും വലിയൊരു പ്രശ്നം എന്ന നിലയിൽ ഇത് വളരെ സോഫ്റ്റ് ഡ്രിങ്കിൻ്റെ പോലെ തന്നെ കുടിക്കാവുന്നൊരു മദ്യമാണ്. എന്ന് പറഞ്ഞാൽ സാധാരണ 40% ഒക്കെ വീര്യമുള്ള മദ്യത്തിന് വെള്ളമൊക്കെ ചേർത്തോ സോഡ ചേർത്തോ ഒക്കെ ലൈറ്റായിട്ട് പ്രത്യേകമായി ഒരു തയ്യാറെടുപ്പോടെ കുടിക്കാൻ പറ്റൂ. ഇതങ്ങനല്ല. ഇത് നല്ല ടേസ്റ്റുള്ള ഓറഞ്ചോ ലിച്ചിയോ ആപ്പിളോ പൈനാപ്പിളിൻ്റെ ഒക്കെ ടേസ്റ്റിലുള്ള ഒരു കുപ്പിക്കകത്ത് കൂൾ ഡ്രിങ്ക്സ് പോലെ തന്നെ ഡയറക്റ്റ് ഡ്രിങ്കാണ്, ഈ റെഡി ടു ഡ്രിങ്കാണ്. അത് സോഫ്റ്റ് ഡ്രിങ്ക് പോലെ കുടിക്കാം. ഇത് ഒരു പുതിയ കാറ്റഗറി ആളുകളെ മദ്യത്തിലേക്ക് സൃഷ്ടിക്കും. ഒരു 10,000 കോടി രൂപയുടെയെങ്കിലും കച്ചവടം പുതുതായി വരുന്നൊരു കമ്പനിക്ക് ഈ മേഖല കിട്ടും എന്നാണ് പ്രാഥമിക കണക്ക്. അപ്പോൾ ഇങ്ങനൊരു കാര്യം എൻ്റെ വകുപ്പിൽ, ഞാൻ ധനകാര്യമന്ത്രി ആയിരുന്ന സമയത്ത് ഒരു 3 വർഷക്കാലം ഇത് പെൻഡിങ് ആയിരുന്നു. ടാക്സ് നിശ്ചയിച്ചില്ല. നമ്മൾ ടാക്സ് നിശ്ചയിക്കാത്തത് പർപ്പസായിട്ട് ആലോചിച്ച് തന്നെയാണ്. അങ്ങനെ ടാക്സ് നിശ്ചയിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടം, സർക്കാരിന് ഇത് വിൽക്കുമ്പം വരുമാനം കിട്ടാം, വേറൊരു മേഖലയിൽ വരുമാനം കുറയാം. പക്ഷേ ഇതൊരു പുതിയ മാർക്കറ്റാണ്. എന്നോട് ഉദ്യോഗസ്ഥന്മാരും ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഈ ഫയൽ അയക്കും പിന്നെ ചർച്ച ചെയ്യുമ്പോഴും പുതിയൊരു മേഖലയിലേക്ക് ഒരു വലിയ സെറ്റ് ആളുകൾ, പ്രത്യേകിച്ചും യങ്ങർ ജനറേഷൻ ഈ മദ്യം കുടിക്കാൻ വരും. അങ്ങനെ വരുമ്പോൾ ഒരു വലിയ പുതിയൊരു ഏരിയ തന്നെ വരും. അതുകൊണ്ട് ആത്യന്തികമായി നമുക്ക് ലാഭം കിട്ടാമെന്നൊക്കെയുള്ള കണക്കുകൾ അവർ പറഞ്ഞിരുന്നു. ആ ലാഭം കിട്ടുക എന്ന് പറഞ്ഞാലും ഈ പുതുതായി കുടിക്കാൻ ഒരു വലിയ വിഭാഗത്തെ പ്രേരിപ്പിക്കുക, പിന്നീട് അവർ കൂടുതൽ മദ്യത്തിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടല്ലോ. അതാണ് നമ്മൾ എതിർത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഒരു വശത്ത് ഈ വൻകിട കമ്പനികളെ സഹായിക്കാൻ വേണ്ടി ധൃതി പിടിച്ചുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതിനേക്കാളും ഉപരി നമ്മുടെ വലിയ ഒരു മേഖലയിലേക്ക് കൂടി മദ്യത്തിൻ്റെ വ്യാപനം വരും. ഈ പ്രശ്നമാണ് നമ്മൾ ഉന്നയിച്ചത്. പക്ഷേ അത് ഉന്നയിക്കുമ്പോൾ പ്രധാനമായിട്ടും ഒരു ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ അവരുടെ എക്സൈസ് വകുപ്പ് ഇത് ചർച്ച ചെയ്യണം, എക്സൈസ് മന്ത്രി ചർച്ച ചെയ്യണം, UDFൻ്റെ നയം വേണം. ഇതൊക്കെ അവർ നടത്തിയിട്ടില്ല എന്നിപ്പോൾ പരാതികൾ വരുന്നു. അത് അവരുടെ ഒരു ആഭ്യന്തര പ്രശ്നം മാത്രമല്ല, നാടിൻ്റെ പ്രശ്നം കൂടിയാണ്. ഇത് വന്നിട്ട് ടാക്സ് ആദ്യം ബജറ്റ് അവതരിപ്പിക്കുമ്പം ടാക്സിന് വേണ്ടിയിട്ടുള്ള ഫിനാൻസിൻ്റെ ഈ സബ്ജക്റ്റ് കമ്മിറ്റി കൂടാനായിട്ട് ആലോചിച്ചിരുന്നില്ല. ഇപ്പോഴും സബ്ജക്റ്റ് കമ്മിറ്റി ഇല്ല. സാധാരണ ടാക്സ് പ്രപ്പോസലൊക്കെ ഈ കൂട്ടുന്നതും കുറയ്ക്കുന്നതായ നികുതി പ്രശ്നമൊക്കെ നമ്മുടെ ഫൈനാൻസിൻ്റെ ചുമതലയുള്ള സബ്ജക്റ്റ് കമ്മിറ്റി കൂടി ചർച്ച ചെയ്തിട്ട് നടത്താറുള്ളൂ. അപ്പോൾ അതും കൂടിയില്ല. അങ്ങനെ എല്ലാം കൂടി തിരക്ക് പിടിച്ച് പ്രതീക്ഷിക്കാത്ത ഒരു ധൃതി ഇതിനകത്തുണ്ട് എന്ന് എല്ലാവർക്കും തോന്നുന്ന തരത്തിൽ തന്നെയാണ് വന്നത്. അതാണ് ഒളിച്ചു കടത്തിയെന്ന് പറഞ്ഞത്. സാധാരണഗതിയിൽ ഇത് നേരത്തെ അനൗൺസ് ചെയ്യും, സബ്ജക്റ്റ് കമ്മിറ്റി അനൗൺസ് ചെയ്യും. സബ്ജക്റ്റ് കമ്മിറ്റിയിലും അംഗമാണ് ഞാനും. സബ്ജക്റ്റ് കമ്മിറ്റി അംഗങ്ങളായ മറ്റ് ഭരണകക്ഷി അംഗങ്ങളാണ് കൂടുതൽ. അപ്പോൾ അവിടെ ചർച്ച ചെയ്യാൻ തയ്യാറായില്ല, എക്സൈസ് ചർച്ച ചെയ്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കാര്യം വന്നപ്പോൾ ഒരു സംശയത്തിൻ്റെ അളവുണ്ട്, സംശയത്തിൻ്റെ സ്ഥിതിയുണ്ട്. അപ്പോൾ ബില്ല് വന്നപ്പോൾ അവർ നേരത്തെ നടന്ന ചർച്ചയിൽ ബഡ്ജറ്റിൻ്റെ മറുപടി പറയുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു, ഞങ്ങളിത് റേറ്റ് നിശ്ചയിക്കുന്നേ ഉള്ളൂ, UDFനകത്ത് ചർച്ച ചെയ്തിട്ട് നടപ്പിലാക്കും. അതാണ് ഈ ഒരു 3A ക്ലോസിന്റെ കാര്യം ഇടയ്ക്കിടയ്ക്ക് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അതെ, ഒരു ക്ലോസ് മാത്രം വെച്ചിട്ടുണ്ട്. ആ ക്ലോസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അതിൻ്റെ ഒരു പ്രിയാമ്പിളിൻ്റെ ഭാഗം കഴിഞ്ഞ ഉടൻ തന്നെ അതിനകത്ത് ഈ പെർസെൻറ്റേജ് ശതമാനം നിശ്ചയിച്ചാലും ഗവൺമെൻറ് പറയുന്ന നോട്ടിഫൈ ചെയ്യുന്ന ദിവസം മുതലേ അത് പ്രാബല്യത്തിൽ വരും. എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ മുതലേ വരൂ എന്നുള്ളത് സാങ്കേതികമായി പറയാം. പക്ഷേ സാധാരണ എല്ലാ ഇത്തരം ധനബില്ലുകൾക്കും
ടാക്സ് കാര്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്യും, ബില്ല് പാസ്സാക്കുമ്പോൾ തന്നെ ഗവർണർ അത് അംഗീകരിച്ച് കഴിയുമ്പോൾ തന്നെ ഇന്ന ദിവസം മുതൽ വരുമെന്നുണ്ട്. ഇവിടെ ഒരു ഉദ്യോഗസ്ഥൻ ഒപ്പിട്ടാൽ അല്ലെങ്കിൽ ആ വകുപ്പ് തീരുമാനിച്ചാൽ വരുമെന്ന് പറഞ്ഞാൽ വീണ്ടും വേറൊരു പ്രശ്നമുണ്ട്. ഇത് നിയമസഭയാണ് സാധാരണ ഇത്തരം കാര്യങ്ങൾ അംഗീകരിക്കണം. നിയമസഭയ്ക്ക് പകരം ഒരു ഉദ്യോഗസ്ഥനിലേക്കും ഒരു വകുപ്പിലേക്കും ഒരു മന്ത്രിയിലേക്കും ഒക്കെ മാത്രമായിട്ട് അത് ചുരുങ്ങുന്നു. അങ്ങനെ ചുരുങ്ങുന്നത് ഒന്നുകൂടെ അപകടമാണ്. കാരണം ഞങ്ങൾ ഒപ്പിട്ട നാളെ തൊട്ടാവാം, അടുത്ത മാസം ഒപ്പിടും, അല്ലെങ്കിൽ ഞാൻ ഒപ്പിടില്ല എന്ന് പറയുമ്പോൾ അതിന് വേറൊരു പ്രശ്നം കൂടി വരും. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് സാധാരണഗതിയിൽ നികുതിയുടെ കാര്യത്തിൽ എടുക്കാത്തൊരു സമീപനമാണ്. പ്രത്യേകിച്ചും മദ്യം പോലൊരു മേഖലയിലെ നികുതിയുടെ കാര്യത്തിലൊക്കെ എടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണം. ഈ തരത്തിൽ നിയമസഭയുടെ അവകാശം ഉദ്യോഗസ്ഥന്മാരിലേക്ക് ചുരുക്കുന്ന, ബ്യൂറോക്രസിയിലേക്ക് ചുരുക്കുന്ന, അഡ്മിനിസ്ട്രേഷനിലേക്ക് ചുരുക്കുന്ന ഒരു അപകടം കൂടി ഇതിനകത്ത് വന്നിട്ടുണ്ട്. ശരിക്കും ശ്രീ കെ എൻ ബാലഗോപാൽ, ഇപ്പം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ ഒരു വലിയ വരുമാന സ്രോതസ്സായിരുന്നല്ലോ കിഫ്ബി. ഇപ്പം അങ്ങനെയുള്ള ഒരു കിഫ്ബി വേണ്ടെന്ന് വെക്കുമ്പോൾ അത് ദൂരവ്യാപകമായി വരുമാന സ്രോതസ്സല്ല ഒരു കിഫ്ബി ഒരു വരുമാന സ്രോതസ്സായിട്ടല്ല കണ്ടത്. ഒറിജിനലി കിഫ്ബി നമ്മൾ പ്ലാൻ ചെയ്യുമ്പം സർക്കാരിൻ്റെ ബോറോയിങ്ങിൻ്റെ പുറത്ത് നിന്ന് എക്സ്ട്രാ ബോറോയിങ് എടുക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. കാരണം കിഫ്ബി ബോറോ ചെയ്യുന്നു, കൊമേഴ്സ്യലി അത് വരുമാനം ഉണ്ടാക്കി തിരിച്ചടയ്ക്കും. പക്ഷേ കഴിഞ്ഞ 2017 കഴിഞ്ഞ് 2022 മുതൽ ഞാൻ ധനകാര്യമന്ത്രിയായ സമയത്താണ് ഇവർ കിഫ്ബി എടുക്കുന്ന ലോൺ കൂടി സംസ്ഥാനത്തിൻ്റെ ബോറോയിങ്ങിൽ പെടുത്തി. അതോടുകൂടി നമ്മുടെ ആ ബോറോയിങ് സ്പേസ് കുറഞ്ഞു. കിഫ്ബി കൊണ്ട് പ്രത്യേക അഡീഷണൽ ബെനിഫിറ്റ് ബോറോയിങ്ങിൻ്റെ കാര്യത്തിൽ ഇല്ലാതെ വന്നു. പക്ഷേ നമ്മൾ കിഫ്ബി നിർത്താൻ തീരുമാനിച്ചില്ല. കാരണം വലിയ പ്രൊജക്റ്റുകൾ ഏറ്റെടുക്കാനും ക്വിക്കായിട്ട് നടത്താനും അങ്ങനത്തെ ഏജൻസി ഉണ്ടാകുന്നത് നല്ലതാണ് എന്ന ധാരണയിൽ തന്നെയാണ് കിഫ്ബിയായിട്ട് മുന്നോട്ട് പോയത്. ആ കിഫ്ബി ഇപ്പം നിർത്താൻ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇത്രയും വലിയ പ്രൊജക്റ്റുകളൊന്നും നടത്താൻ പറ്റില്ല. ഇപ്പം നമ്മുടെ നാഷണൽ ഹൈവേക്ക് 6000 കോടി കൊടുത്തത് കിഫ്ബി വഴി നമ്മൾ മൊബിലൈസ് ചെയ്തതാണ്. അതേപോലെ നമ്മുടെ മലയോര പാതകൾ, പ്രധാനപ്പെട്ട പല റോഡുകളും വലിയ പ്രൊജക്റ്റുകൾ, അതൊക്കെ കിഫ്ബിയുടെ കൂടി സാങ്കേതിക പരിജ്ഞാനവും മറ്റു കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടാണ്. വയനാട് ടണൽ പോലുള്ള വലിയ പദ്ധതികളൊക്കെ. അപ്പോൾ ആ കിഫ്ബി നിർത്തുക എന്ന് പറയുന്നത് പ്രായോഗികമായി നമ്മുടെ പ്രവർത്തനത്തെ എല്ലാം ബാധിക്കുന്നതാണ്. അത് നിർത്താനായിട്ട് ഗവൺമെൻറ് തയ്യാറാവില്ല എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഗവൺമെൻറ്റുകൾ മാറി വരും. പക്ഷേ കേരളം ഒന്നേ ഉള്ളല്ലോ. ആ കേരളത്തിൻ്റെ വികസന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ നടത്താൻ കിഫ്ബി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കണം. യെസ്, ശ്രീ കെ എൻ ബാലഗോപാൽ, ഇപ്പം ഇത്തവണത്തെ സഭാ സെഷൻ കഴിയുമ്പോൾ, ഇപ്പോൾ കഴിഞ്ഞ തവണ അങ്ങ് മന്ത്രിയായിരുന്നു, അങ്ങ് ധനമന്ത്രിയായിരുന്നു. ആ ഒരു സർക്കാരിൻ്റെ കാലത്ത് പ്രതിപക്ഷം കൊണ്ടുവന്ന ഒട്ടുമിക്ക എല്ലാ അടിയന്തര സ്വഭാവമുള്ള എല്ലാ പ്രമേയങ്ങളും ചർച്ച ചെയ്തു പോയ ഒരു സഭ അല്ലെങ്കിൽ ഒരു കാലയളവായിരുന്നു കഴിഞ്ഞ സർക്കാരിൻ്റെ. പക്ഷേ ഇത്തവണ നോക്കൂ, ഒരു പുതിയ സർക്കാർ വന്നു, സഭാ സമ്മേളനം ഇന്നലെ ഇപ്പോൾ തീർന്നു. പക്ഷേ അടിയന്തര പ്രമേയങ്ങളൊന്നും, അത് അടിയന്തര സ്വഭാവമുള്ള വിഷയങ്ങളിൽ പോലും ഒരു ചർച്ചയ്ക്ക് കൂട്ടാക്കിയില്ല. ഒന്നിനും അടിയന്തര സ്വഭാവം ഇല്ല എന്ന് പറഞ്ഞ് തള്ളുന്ന നിലപാടാണ് കണ്ടത്. മാത്രവുമല്ല, ഇപ്പം PM ശ്രീ പോലുള്ള വിഷയങ്ങൾ, അതല്ലെങ്കിൽ മദ്യനയം പോലുള്ള വിഷയങ്ങൾ, ഈ എന്ത് വിഷയം വന്നാലും ഇതെല്ലാം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയതല്ലേ. അപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയതാണെങ്കിൽ ഈ സർക്കാർ, പിന്നെ ഒരു സർക്കാർ എന്തിനാണ് എന്നൊരു ചോദ്യം കൂടി അവിടെ നിലനിൽക്കും. പുതിയൊരു സർക്കാരാണല്ലോ, അല്ലെങ്കിൽ ജനങ്ങൾ തിരഞ്ഞെടുത്താൽ, അതിപ്പം കഴിഞ്ഞ സർക്കാരിൻ്റെ കാര്യങ്ങൾ പിന്തുടരാനാണെങ്കിൽ പുതിയൊരു സർക്കാരിൻ്റെ ആവശ്യമില്ല. മാറ്റം വിചാരിച്ചുകൊണ്ടാണല്ലോ മനുഷ്യർ ഓരോരുത്തരെയും തിരഞ്ഞെടുക്കുകയും മുന്നോട്ട് ആ നാട് പോകണമെന്ന് വിചാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ഈ ഒരു നിലപാടിനോട് എന്താണ് പ്രതിപക്ഷത്തിന് പറയാനുള്ളത്? ഇത് തന്നെയാണ് കാരണം. ഇവരെ ഒരു കാര്യവും തുറന്ന് ചർച്ച ചെയ്യാൻ തയ്യാറാവുന്നില്ല. മുഖ്യമന്ത്രിയുടെ വാചക കസർത്തുകളിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ഒരു സർക്കാരിന് പോകാൻ പറ്റില്ല. മിക്കവാറും വകുപ്പ് മന്ത്രിമാർ മറുപടി പറയേണ്ടത് അദ്ദേഹം തന്നെ നേരിട്ട് മറുപടി പറയുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. അത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പണം വെട്ടിക്കുറച്ചത് തദ്ദേശ വകുപ്പ് മന്ത്രിയാണ് സാധാരണ പറയേണ്ടത്. അതിനുമുമ്പ് എക്സൈസിൻ്റെ ഈ കാര്യം, നമ്മൾ മദ്യവുമായി ബന്ധപ്പെട്ട വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ ടാക്സ് കുറച്ച പ്രശ്നം വന്നപ്പോൾ അന്ന് എക്സൈസ് മന്ത്രിക്കല്ല അത് മാർക്ക് ചെയ്തത്, ഞങ്ങൾ മാർക്ക് ചെയ്തത് എക്സൈസ് മന്ത്രിക്കാണ്. ഞാനാണ് പ്രമേയം അവതരിപ്പിച്ചത്. പക്ഷേ അവതരിപ്പിക്കാൻ സംബന്ധിച്ചില്ല, മുഖ്യമന്ത്രി അത് ചർച്ച ചെയ്യാനേ സംബന്ധിച്ചില്ല, എടുക്കാനേ സംബന്ധിച്ചില്ല. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഈ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് അതൊരു രാഷ്ട്രീയ പ്രശ്നമല്ലല്ലോ. അതൊന്ന് ചർച്ച ചെയ്താൽ എന്താ കുഴപ്പം? എല്ലാവരും കൂടി ഇൻവോൾവ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാനല്ലേ, കുറ്റം പറയാനല്ലല്ലോ. ഞങ്ങൾ വന്ന 1 മാസം ആകുമ്പോൾ തന്നെ ഈ ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തി ഇല്ലാതാക്കാനൊന്നും ഞങ്ങൾ ശ്രമിക്കുന്നില്ല. 5 വർഷത്തേക്കാണ് അവരുടെ മാൻഡേറ്റ്. അത് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഞങ്ങളതിനെല്ലാ ന്യായമായ പിന്തുണയും കൊടുക്കും. എങ്ങനെ വെച്ചാൽ സഹകരിക്കും, അല്ലാതെ നിസ്സഹകരിക്കത്തില്ല. പക്ഷേ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതല്ലേ. ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്ലാരിറ്റി വരുമല്ലോ. ഗവൺമെൻറ്റിന് പറയാനുള്ള കാര്യം ഗവൺമെൻറ്റിന് പറയാമല്ലോ. അപ്പോൾ ഡിനേ ചെയ്യുക, അത് മുഖ്യമന്ത്രി ഒരു കാര്യം പറയുക, പലപ്പോഴും
അത് വസ്തുതാപരമല്ലാതിരിക്കുക എന്നൊരു സ്ഥിതിയാണ് സ്വീകരിക്കുന്നത്. അത് വലിയ അപകടമാണ്. മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹം പ്രതിപക്ഷ നേതാവിൻ്റെ റോളിൽ നിന്ന് മാറി. ഇപ്പോഴും അദ്ദേഹം പ്രതിപക്ഷ നേതാവിനെ പോലെ തന്നെ കഴിഞ്ഞ ഗവൺമെൻറ്റാണ് അധികാരത്തിരിക്കുന്നത്, അവരെ കുറ്റം പറയാൻ വേണ്ടി ആർഗ്യുമെൻറ്റ് പറയുക. കഴിഞ്ഞ ഗവൺമെൻറ് മാറി പുതിയ ഗവൺമെൻറ് വന്നു. പുതിയ ഗവൺമെൻറ് കഴിഞ്ഞ കാലത്തുള്ള പോരായ്മകളുണ്ടെങ്കിൽ അത് മാറ്റി ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ വന്നത്. പക്ഷേ അദ്ദേഹം ഇപ്പോഴും പ്രതിപക്ഷ നേതാവിനെ പോലെയാണ് കാണുന്നത്. നിങ്ങൾ അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല എന്ന് പറയാനാണ് ശ്രമിക്കുന്നത്. അതിൻ്റെ സമയം കഴിഞ്ഞല്ലോ. ഇനി ഞങ്ങളിത് ചെയ്യും, ഞങ്ങൾക്ക് ഇന്നത് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന തരത്തിലേക്ക് വരുന്നതിന് പകരം ഈ കമ്പാരിസണിൽ നിന്നിട്ടാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ സഭാ സമ്മേളനം ചേർന്നുള്ളൂ. അത് തന്നെ ഡെമോക്രാറ്റിക്കായിട്ട് നടത്താൻ ശ്രമിച്ചില്ല. സബ്ജക്ട് കമ്മിറ്റികളൊന്നും കൂടിയില്ല. അപ്രോപ്രിയേഷൻ ബില്ലും സബ്ജക്ട് കമ്മിറ്റിക്ക് വന്നില്ല, ഫിനാൻസ് ബില്ലും സബ്ജക്ട് കമ്മിറ്റിക്ക് വന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ഒരു സമീപനം കാണുന്നത്. അതത്ര നല്ല കാര്യമല്ല എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കും, ആ UDF നേതൃത്വം മനസ്സിലാക്കുമെന്ന് ഞങ്ങൾ കരുതുന്നു. ശ്രീ കെ എൻ ബാലഗോപാൽ, ഇപ്പം വിഴിഞ്ഞത്തേക്ക് MSC കമ്പനിയുടെ നിക്ഷേപം വരികയാണ്. ഈ നിക്ഷേപം വരുന്നതിനെ പ്രതിപക്ഷം ആശങ്കയോടുകൂടിയാണ് കണ്ടത്. അത് ഇന്നലെ സഭയെ അറിയിച്ചു. പ്രതിപക്ഷത്തോട് ഐക്യദാർഢ്യപ്പെടുന്ന നിലപാടായിരുന്നു സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇപ്പം ഈ വിഷയത്തിൽ കൂടുതൽ പരിശോധനയ്ക്ക് സർക്കാർ പോകുന്നു എന്ന വാർത്ത കൂടി ഈ പ്രഭാതത്തിൽ വരികയാണ്. നമ്മളിപ്പോൾ ബ്രേക്ക് ചെയ്യുകയും ചെയ്തു. ശ്രീ കെ എൻ ബാലഗോപാൽ, വിഴിഞ്ഞത്തേക്ക് MSC കമ്പനിയുടെ നിക്ഷേപം എത്തുന്നത് ഒരു വലിയ വാർത്തയാണ്. ആ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തു തന്നെയാണ് എല്ലാ പത്രമാധ്യമങ്ങളും അച്ചടിച്ചത്, എല്ലാ പത്രങ്ങളിലും വന്നു. പക്ഷേ വിഴിഞ്ഞത്തെ CPM ആശങ്കയോടെ കണ്ടപ്പോൾ ദേശാഭിമാനിക്കൊരു ജാഗ്രത കുറവുണ്ടായോ? അതിനെ എങ്ങനെയാണ് CPM വിലയിരുത്തുന്നത്? അല്ല, ഈ പറഞ്ഞ ഒരു വലിയൊരു PR ആക്ടിവിറ്റിയുടെ ഭാഗം തന്നെ ആയിരിക്കും. അങ്ങനെ ഒരു പ്രൊജക്ഷൻ തന്നെയായിരിക്കും വന്നത്. നിക്ഷേപം വാസ്തവത്തിൽ നിക്ഷേപമാണോ ഷെയർ ട്രേഡിംഗ് ആണോ എന്നുള്ളത് വ്യത്യസ്തമായി കാണേണ്ടതാണ്. യഥാർത്ഥത്തിൽ കമ്പനിക്ക്, ഒരു കമ്പനി എന്ന നിലയിൽ അദാനി കമ്പനിക്ക് അവർക്ക് കുറച്ചേറെ പണം വന്നു. അവരുടെ കയ്യിലുണ്ടാകുന്ന റൈറ്റ് ഷെയർ വിറ്റിട്ട് അതിൽ നിന്ന് ലാഭം ഉണ്ടായി. വലിയ ലാഭം ഉണ്ടാകുന്ന ബിസിനസ്സുകളാണല്ലോ ഇതൊക്കെ. കാരണം അവർ മുടക്കിയത് 2000 ചില്ലാനും കോടി രൂപയാണ്. ഇപ്പം തന്നെ ഷെയർ വിറ്റിട്ട് 13,000 കോടിയിലധികം വരുന്നു എന്നാണ് വാർത്തകൾ കണ്ടത്. അതേസമയം അവരുടെ കയ്യിൽ ഇനിയും മേജർ ഷെയറുകൾ ഇരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്താ, ഈ 2000 കോടി മുടക്കുമ്പോൾ ഒരു 10,000-40,000 കോടിയുടെ ആസ്തിയായിട്ട് വരും. അങ്ങനെയാണ് സ്വകാര്യ കമ്പനികൾ ഇത്തരം പ്രൊജക്റ്റുകളിൽ മുടക്കുന്നതെന്നുള്ള പൈസ മുടക്കുന്നത് പറയാം. അവിടെ നിക്ഷേപമായിട്ടാണ് അത് വന്നത്. ആ MSC എന്ന് പറയുന്ന കമ്പനി അവർ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്. അവർക്ക് ഇതിനകത്തൊരു മേജർ ഷെയർ അല്ലെങ്കിൽ കൺട്രോളിങ് ഷെയർ വരുമ്പോൾ അവരുടെ ബിസിനസ്സിന് നല്ലതാണ്. അതുകൊണ്ട് അവർക്കതൊരു നിക്ഷേപമാണ്. നിക്ഷേപം എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് അവരുടെ ബിസിനസ് റൈറ്റ് കുറച്ചുകൂടി ശക്തമാക്കാനുള്ള നിക്ഷേപമാണ്. വിഴിഞ്ഞത്തെ സംബന്ധിച്ച് അതൊരു പുതിയ നിക്ഷേപമായിട്ട് പണമായിട്ട് അവിടെ വരുന്നതല്ല. കാരണം കമ്പനിയുടെ ഓണർഷിപ്പിനകത്തുള്ള പാർട്ടിസിപ്പേഷന് വേണ്ടി പണം കൊടുത്തതാണ്. ആക്ടിവിറ്റി എല്ലാം നടത്തുന്നത് ഇപ്പോൾ തന്നെ അദാനി എന്തൊക്കെയാണോ ചെയ്തത് അതേ കാര്യങ്ങളാണ്. അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു മൂലധനം എന്ന നിലയിൽ ആ കാര്യങ്ങൾ വന്നു എന്നല്ല കണ്ടത്. പക്ഷേ വിഴിഞ്ഞത്തിന് ഇത്രയും വലിയ മാർക്കറ്റ് വാല്യൂ ഉണ്ടെന്നും വിഴിഞ്ഞം പ്രൊജക്റ്റ് ലോകത്തെ തന്നെ ഒരു വലിയ പ്രൊജക്റ്റാണെന്നും ഞങ്ങൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് തന്നെയാണ് അത് 100% പൂർത്തിയാക്കിയത്. ധനകാര്യ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ, അന്നത്തെ ചുമതലയുള്ള മന്ത്രി എന്ന നിലയിൽ ഞാൻ പറയുകയാണ്, ഏറ്റവും അഭിമാനത്തോടെ ഞാൻ കാണുന്നത്. ഒരു പണവും ഒരു രൂപയും കേന്ദ്രത്തിൽ നിന്ന് ഉൾപ്പെടെ കിട്ടാതിരിക്കുമ്പോൾ ഇത്രയും സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്ന ഘട്ടത്തിൽ കിഫ്ബി ഉൾപ്പെടെയുള്ള ഫണ്ടൊന്നും നമ്മൾ ഉപയോഗിക്കാതെ തന്നെയാണ് ഇതിന് ഫണ്ട്, സർക്കാർ കൊടുക്കേണ്ട ഫണ്ട് കൊടുത്തത്. അപ്പോൾ അതെല്ലാം ചെയ്തത് ശരിക്കും യഥാർത്ഥത്തിലുള്ള നിക്ഷേപം തന്നെയായിരുന്നു, ഗുണകരമാണെന്ന് വ്യക്തമാക്കുന്നതാണ്. പക്ഷേ ഈ നിക്ഷേപം ഇപ്പോൾ പത്രവാർത്തകളിൽ വരുന്ന പോലെ അതൊരു ഓഹരി ട്രാൻസ്ഫറാണ്, അല്ലാതെ ഒരു പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ വരുന്നതല്ല. കമ്പനിയുടെ ഷെയർ അവർ മേടിച്ചു എന്നുള്ളത് മാത്രമാണ്, മേടിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അത് സംബന്ധിച്ച് ഗവൺമെൻറ് അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് ഞങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നു. ഗവൺമെൻറ്റിൽ ഔദ്യോഗികമായി പേപ്പറുകളൊന്നും വന്നിട്ടില്ല. കാരണം ഗവൺമെൻറ് അതിനകത്തെ ഒരു പ്രധാനപ്പെട്ട അതോറിറ്റി എന്ന, ഇതിൻ്റെ ആകെ അതോറിറ്റി എന്ന നിലയിൽ ഗവൺമെൻറ് ആവശ്യമായ നയപരമായ തീരുമാനം എടുക്കാതെ ഈ ഇത്തരത്തിൽ ഷെയർ കൊടുക്കാമോ, ഷെയർ കൊടുക്കുന്നതിൻ്റെ ഫൈനൽ തീരുമാനം എടുക്കാമോ എന്ന് തുടങ്ങിയ പ്രശ്നങ്ങൾ വളരെ ഗൗരവമായി പരിശോധിക്കേണ്ടതാണ്. ഒരു കാര്യം കൂടി ചോദിച്ചാൽ ഞാൻ അങ്ങ് ഇപ്പോൾ ഫ്രീ ആകും. ഇപ്പോൾ PSC അടക്കമുള്ള കാര്യങ്ങൾ അത് അങ്ങയുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വലിയ വിഷയമാണ്. ഒരു വിശ്വാസ്യത പ്രതിസന്ധി നിലനിൽക്കുന്നില്ലേ ശ്രീ കെ എൻ ബാലഗോപാൽ? കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ ആ വിഷയങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു? അല്ല, ഈ നമ്മളേറ്റവും വിശ്വാസത്തോടു കൂടി കാണുന്ന സംവിധാനമാണ് PSCയെ സംബന്ധിച്ച് വിശ്വാസം തകർക്കുന്ന കാര്യങ്ങളൊന്നും വരാൻ പാടില്ല. ഇപ്പോഴും വളരെ കാര്യമായി വന്നിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ചില പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസം മാർക്കിൻ്റെ ഒരു കാര്യം വന്ന് അവർ നോക്കിയെന്ന് പറഞ്ഞു, അത് അവരുടെ സിസ്റ്റത്തിൻ്റെ കാര്യമാണ്. പക്ഷെ ഞങ്ങളൊക്കെ എത്രയോ വർഷമായിട്ട് ഈ PSCയെ പറ്റി അറിയുന്ന വാർത്ത, കേൾക്കുന്ന വാർത്ത, PSC സാധാരണഗതിയിൽ വളരെ കൃത്യമായ സിസ്റ്റം അനുസരിച്ച് പോകുന്നതാണ്. ആ സിസ്റ്റം നിലനിർത്തണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. കേരളത്തിൻ്റെ ഒരു ഏറ്റവും പ്രസ്റ്റീജിയസായ, ഇന്ത്യയിലെ ഏറ്റവും പ്രസ്റ്റീജിയസായ PSCയാണ് കേരളത്തിലെ PSC.
അപ്പോൾ അത് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പരിശോധിക്കുകയും പരിഹരിക്കുകയും ചെയ്യണം. പൊതുവിൽ അതിൻ്റെ വിശ്വാസ്യത പോയിട്ട് അതിനിപ്പോൾ UDF ഭരിക്കുന്നു LDF ഭരിക്കുന്നു എന്നുള്ള പ്രശ്നമല്ല. PSC മെമ്പർമാരായാൽ പൊളിറ്റിക്സിനകത്ത് ഇടപെടാനോ പൊളിറ്റിക്സിനകത്ത് വരാനോ ഒന്നും പാടില്ല എന്ന് തന്നെയാണ്. അപ്പോൾ അതിനകത്ത് സംശയം വരേണ്ട കാര്യമില്ല. പ്രത്യേകിച്ചും വിശ്വാസ തകർച്ച വല്ലാതെ വരുന്നൊരു ഘട്ടത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് വിശ്വാസ തകർച്ച എവിടെയാണ് വരുന്നത്? നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് നടത്തുന്ന പരീക്ഷകളിൽ പോലും പ്രശ്നങ്ങൾ വരുന്നു. അതുകൊണ്ട് വിശ്വാസ തകർച്ച ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ തരത്തിലുള്ള പ്രചരണം നടക്കും. അതേസമയം ആ പ്രചരണത്തിന് സഹായകരമായ ഒരു സംഭവം വരാനും പാടില്ല. പരീക്ഷകൾ നടത്തുന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ കാര്യം വേണം. പരീക്ഷകൾ പുതിയ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചിട്ട് സംഭവങ്ങൾ പലതും ചോർത്തുന്ന സംഭവങ്ങളടക്കം വരും. അത് ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ആകെ വിശ്വാസ്യത പോയി എന്ന അഭിപ്രായം എനിക്കില്ല. വാർത്തകൾ ചിലത് വരുന്നുണ്ട്. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ KN ബാലഗോപാൽ ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിന്. എനിക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുകയാണ്. താങ്ക് യു. ഓക്കെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒട്ടുമിക്ക എല്ലാ വിവാദങ്ങൾക്കും അദ്ദേഹം മറുപടി പറയുകയായിരുന്നു മുൻ ധനമന്ത്രി കൂടിയായ ശ്രീ KN ബാലഗോപാൽ.